ആ രഹസ്യം പുറത്താക്കി ആദിലയും നൂറയും. അനീഷിന്റെ തന്ത്രങ്ങൾ പാളുന്നു. ശരത് അക്ബർ റെന ബന്ധം ആർക്കൊഴിച്ച്. നമസ്കാരം. നോക്കാം, ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്ക് പോവാണ്. ഇന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു നെവിന്റെ പുറത്താക്കൽ നമ്മൾ ഏത് രീതിയിലാണ് കണ്ടത്, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആദിലയും നൂറയുമാണെന്നുള്ള കാര്യം എല്ലാവർക്കും സ്പഷ്ടമായിട്ട് അറിയാം. ഇതൊരു ജിസൈൽ അനിമോൾ കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിൽ പോലും ഒരു ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഒരു ടച്ച് ചെയ്ത് ജിസൈലിന്റെ ലിപ്പിൽ ടച്ച് ചെയ്ത ഒരു പ്രശ്നത്തില് ജിസൈല് അനുമോളെ ശക്തമായി തള്ളുകയും എന്നാലൊരു വീഴാതിരുന്ന ഒരു വലിയ ഭാഗ്യമാണ്. വീണ്ടിരുന്നെങ്കിൽ വലിയൊരു അപകടം തന്നെ അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. പക്ഷെ ഈ ഒരു വിഷയത്തിൽ ജിസൈലിന്റെ വലം കൈയായിരുന്ന നെവിനാണ് ആക്രോശിച്ച് അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കി. സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. എന്തിന് നെവിൻ ഈ വീരപരാക്രമങ്ങൾ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടാണോ അത് സ്വയം പുറത്തു പോകാനാണോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. എന്തായാലും ശരി, ബിഗ് ബോസ് ചോദിച്ചു. ഇപ്പൊ നെവിൻ വെച്ച ഒരു കാര്യം നടന്ന, ബിഗ് ബോസ് എല്ലാ ആഴ്ചയും നോമിനേഷനിൽ അനുമോളെ നോമിനേറ്റ് ചെയ്യണം. എല്ലാ ആഴ്ചയും ഡയറക്റ്റ് നോമിനേഷൻ വേണമെന്ന് പറഞ്ഞു. ബിഗ് ബോസ് അത് അംഗീകരിക്കാൻ, ബിഗ് ബോസിനെ നിർദ്ദേശം കൊടുക്കാൻ ഇവരൊന്നും ആരുമല്ല. ബിഗ് ബോസ് പറയുന്നത് കേട്ട് അവിടെ നിന്ന് ടാസ്ക് ജയിച്ച് മങ്ങിച്ച് പോകാനേ പറ്റൂ. പക്ഷെ ഇവര് കളിച്ച കളി എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ഈ കളികളാണ് അവിടെ ആദ്യം മുതലുണ്ടായിരുന്നത്. ആദ്യമുണ്ടായ ഒരു പിക്ചറല്ല ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളൊരു സത്യമാണ്. എന്തായാലും ശരി, നെവിനോട് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ നെവിൻ ക്വിറ്റായി പോവുമായിരുന്നു, ഇറങ്ങി ഓടിപ്പോകുമായിരുന്നു. പലരും തടയാൻ ശ്രമിച്ചു. അതില് ശൈത്യക്കും ഒക്കെ ഭയങ്കരമായ ഫീലാണ്. ശൈത്യക്ക് ഇവർക്കെല്ലാം റനിക്കും പിന്നെ ആദിലങ്ങൾക്കും ഒക്കെ ഇന്നലെ കേക്കും ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കൊടുത്തെന്നൊക്കെ പറയുന്നത്. അപ്പൊ നല്ലൊരു എന്റർടൈനർ കൂടിയായ നെവിൻ പോയത് ഒരു പരിധിവരെ ഷോക്കായി. പക്ഷെ ബിഗ് ബോസ് ഇവരെ ഒന്ന് മയപ്പെടുത്താനും ഇവരുടെ മനസ്സൊന്ന് മാറ്റാനും വേണ്ടി ഒരു കളി കളിച്ചു. ഒരു കേക്ക് കൊടുത്ത്, ഓനിയലിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറഞ്ഞു. ഈ വിഷമങ്ങളെല്ലാം അതിനകത്ത് മറന്നുപോയി. ഇവര് പോയി കേക്ക് മുറിച്ചു. പക്ഷെ ഇവരുടെ മനസ്സൊന്ന് കാണാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്തൊരു കളിയായിരുന്നു അതെന്ന് വേണം കരുതാൻ. എന്തായാലും ശരി, ആദിലയും നൂറയും ആ ഒരു രഹസ്യം ഷാനവാസിനോട് പറയുകയാണ്. അതായത് ഇവര് മനഃപൂർവ്വം തന്നെ പറഞ്ഞു വിട്ടതാണ് നെവിനെ. യു ഹാവ് ടു ഗെറ്റ് ഔട്ട്, യു ഹാവ് ടു ഗോ ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പിന്നിലെ നൂറയെ ചൊടിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആദിലയ്ക്കും അറിയത്തില്ല. നൂറയെ എടുത്ത് പോയിരുന്ന് ഇവൻ പലപ്പോഴും ഇങ്ങനെ ചൊറിയുന്ന സൗഹൃദ സംഭാഷണമാണെന്നാണ് ബിഗ് ബോസ് കണ്ടവർ മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ സംഭവിച്ച നൂറയെ എടുത്ത് പറഞ്ഞത്, അവരൊരു കപ്പിളാണ്, ഒരു കപ്പിളായിട്ടുള്ള ഒരു ഇതാണ്, അവര് ലെസ്ബിയൻ കപ്പിളാണ്. അപ്പൊ അവരാരും ആയിക്കോട്ടെ, നിയമപരമായ അവര് കപ്പിളാണ്. അപ്പം അതിനെതിരെ ഇവന് കൊണ്ട ഒരു പകയാണ്. ഇവൻ പറയുന്നത്, എനിക്ക് നിങ്ങള് കപ്പിളായിട്ട് പോകുന്നത് ഇഷ്ടമല്ല, നിങ്ങളെ ഞാൻ പിരിക്കും എന്ന് പറഞ്ഞൊരു വാക്ക്. അപ്പം അത് കേട്ടപ്പോ ഷാനവാസൊക്കെ എന്നെ ഞെട്ടിപ്പോയി. കാര്യം ഇങ്ങനൊരു കാര്യം പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അവൻ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഗെയിം കളിച്ച് അവിടെ ഇവനൊരു ഒരു മരമൊണ്ണയെന്ന് വേണം പറയാൻ. കാര്യം നമുക്ക് ഗെയിം കളിക്കാൻ ഇപ്പൊ അനുമൊക്കെ അറിയാവുന്നത്, അത് നമുക്ക് പറയാം. അപ്പൊ ഇവനെ ആ ഒരു കാര്യം, പിന്നെ ഇവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവന്റെ ഫ്രണ്ട്സില്, കല്യാണം കഴിച്ച ഫ്രണ്ട്സില് ഇവന്റെ കൂടെ ഉള്ളവരുടെ ഡിവോഴ്സ് ആക്കിയിട്ടുണ്ട്, കൂട്ടുകാരെ പറഞ്ഞ് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഇവന്റെ ഒരു ഹോബിയാണ് ഈ ഡിവോഴ്സ് ആക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാര്യം ഇങ്ങനൊരു പ്രവണത ഈ മനുഷ്യനുണ്ടോ എന്ന് നമുക്ക് പോലും അറിയാം. ഞെട്ടുന്നൊരു കാര്യം ഒരിക്കലും ഒരു മനുഷ്യന് മറ്റൊരാൾ പരോപകാരമേ പുണ്യം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അതിൽ നിന്ന് വിട്ടിട്ട് ഈ കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പോൾ അവിടെ മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇന്നലെ നടന്ന രാത്രിയിലത്തെ ടാസ്ക്, അനീഷിന്റെ ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട്. കാര്യം അനീഷ് ഇന്നലെ നൈറ്റ് ടാസ്ക് ഒന്നും വലുതായിട്ട് ചെയ്തിട്ടില്ല. അതിൽ ബിന്നിയാണ് ശരിക്കും പെർഫോം ചെയ്ത് കുറച്ചെങ്കിലും വന്നിട്ടുള്ളത്. പിന്നെ അവിടെ പുതുതായി ഉടലെടുത്ത ഗ്രൂപ്പ് അപ്പാനി ശരത്ത്, അക്ബർ, റന ഫാത്തിമ, ആര്യൻ ഇവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നു.
പക്ഷെ ഇവരുടെ 4 പേരുടെയും ഗ്രൂപ്പുകളെ ആർക്ക് ഗുണം ചെയ്യുന്നു? അനുമോൾക്ക്. അനുമോള് തന്ത്രപരമായി കളിച്ചു നീങ്ങുന്നു എന്ന് വേണം കരുതാൻ. ബാക്കി ജിസയില് ഓപ്പോസിറ്റ് നിൽപ്പുണ്ട്. ഈ ആണുങ്ങളെല്ലാം ഇപ്പം താഴേക്കാണ് അവരുടെ ഗ്രാഫ് പോകുന്നത്. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി.